ഇടുക്കി കമ്പംമെട്ടിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ അതിഥി തൊഴിലാളികളാണ് നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ്. ദമ്പതികളെന്ന വ്യാജേന താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മധ്യപ്രദേശ് സ്വദേശികളായ സാധുറാം, മാലതി എന്നിവർ ആണ് പിടിയിലായത്. വിവരങ്ങളുമായി പ്രിൻസ് ചേരുന്നുണ്ട്. പ്രിൻസ്, നേരത്തെ തന്നെ ഈ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. സ്വാഭാവികമായ മരണം എന്ന നിരീക്ഷണത്തിലായിരുന്നു പ്രാഥമികമായ വിവരങ്ങൾ. ഇപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? ഇടുക്കി കമ്പംമെട്ടിൽ നവജാത ശിശുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിഥി തൊഴിലാളികൾ ആണ് കൊലപാതകം നിർവഹിച്ചത്. സാധുറാം, മാലതി എന്നിവർ ആണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർ മധ്യപ്രദേശ് സ്വദേശികളാണ്. വിവാഹിതർ എന്ന വ്യാജേനയാണ് ഇവർ പ്രദേശത്ത് താമസിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുണ്ടായതിനു ശേഷം ഈ മരണം പ്രദേശവാസികൾ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്വാഭാവികമായ മരണം എന്ന നിലയിൽ ആയിരുന്നു നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് അത് കൊലപാതകമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊല ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. പ്രിൻസ് ചേരുന്നുണ്ട്. പ്രിൻസ്, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് കമ്പംമെട്ടിലെ ഒരു വീട്ടിനുള്ളിൽ ചേർന്ന കുഞ്ഞിന്റെ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഈ വീട്ടില് ഈ സാധുറാം, മാലതി തുടങ്ങിയ എന്നീ അന്യസംസ്ഥാന തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. ഇവർ ദമ്പതികളെന്ന വ്യാജേനയാണ് ഇവർ താമസിച്ചിരുന്നത്. ഇവർക്ക് കുട്ടി ജനിക്കുകയും ദുരഭിമാനം മൂലം കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പോലീസാണ് അറിയിച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുൻപ് കുട്ടി ജനിച്ചതിനാൽ ഇവരുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ അകലേണ്ടി വരും എന്നൊരു കാരണം മൂലം ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയാണെന്നാണ് ഇപ്പോൾ പോലീസിനോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇരുവരെയും കമ്പംമെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. അഭിലാഷ്, വിശദാംശങ്ങളാണ് പ്രിൻസ് നൽകിയത്.